നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള എലിവേഷനിൽ ചെയ്തിരിക്കുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ മൈ ബെറ്റർ ഹോമിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് നല്ല വീടുകളും നല്ല മനുഷ്യരുമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ പാപ്പിനിശ്ശേരിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ വൈറ്റ് നിറത്തിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഹൈലൈറ്റ് ആവുന്നത് വീടിൻ്റെ ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള എലിവേഷനാണ്. വിൻഡോസ് ആണെങ്കിലും ആ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഗ്രിൽ പാറ്റേൺ ആണെങ്കിലും സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു കർവിക് ആയിട്ടുള്ള ഷെയ്ഡ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിൽ ഒരു മിനിമൽ വൈറ്റ് ഷെയ്ഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ഷെയ്ഡിൽ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. സിറ്റ് ഔട്ടിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. മുറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. സിറ്റ് ഔട്ടിലേക്കും ഈ കാർ പോർച്ചിൻ്റെ ഭാഗത്തേക്കും വരുന്ന സമയത്ത് പോർച്ച് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹെവി ഡ്യൂട്ടി ടൈലുകളാണ്. ഒരു കാറിന് നിർത്താനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചതുപോലെ ഞാനും ആദ്യം ഓടി വന്ന് നോക്കിയത് ഇവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ആർക്ക് ഷേപ്പിലാണ് ഈ ഒരു ഷോവാൾ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഷോവാളാണ്. ഒരു ലിവിംഗ് റൂമിൻ്റെ സൈഡിലാണ് ഈ ഷോ വാൾ നൽകിയിട്ടുള്ളത്. ലിവിംഗ് റൂം അകത്ത് വേറെ വാൾ സെപ്പറേറ്റ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്രിൽ പാറ്റേൺ നൽകിയിരിക്കുകയാണ് ഈ ഒരു ഷോ വാളിന്. ഇതേ രീതിയിൽ ഷോ വാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ബീം ഈ ഭാഗത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കോളവും ബീമൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു ആർക്കാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഷോ വാളിനകത്ത് ടെക്സ്ചർ ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഗ്രില്ലിട്ട പാറ്റേണിൻ്റെ ഭാഗത്ത് ഇതേപോലെ പ്ലാന്റുകൾ അകത്ത് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനിൽ ഈ പ്ലാന്റിൻ്റെ ഒക്കെ ഭംഗി നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജനലുകളുടെയൊക്കെ ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ ജനലാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ അപ്സ്റ്റെയറിൽ വന്നിരിക്കുന്ന ജനലാണെങ്കിലും കുറച്ചൊരു ഡിസൈൻ, കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ലിൻഡലൊക്കെ അടിക്കാൻ കുറച്ചൊരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൂടെ ആവശ്യമുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റൈലൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ പുറത്ത് കാണുന്ന ആ ഒരു എൻ്റയർ ഭാഗം സെപ്പറേറ്റ് ഒരു ഷോവാളായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഈ വീടിൻ്റെ സ്ട്രക്ചർ പണിതെടുക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ഈ രീതിയിലാണ്. ആദ്യം വലിയൊരു സ്റ്റെപ്പ് കൊടുത്തു, പിന്നീട് ഇതേപോലെ കേർവ്ഡ് ആയിട്ടുള്ള വേറൊരു സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. അതും നല്ല വീതിയിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന വലിയ സ്പേഷ്യസ് ഒന്നും അല്ലാതെ മിനിമൽ സൗകര്യങ്ങൾ നൽകിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ് നൽകിയിരിക്കുന്നു. വാളിൽ ടെക്സ്ചർ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഫ്രണ്ട് ഡോർ വരുന്നുണ്ട്. വലിയ സൈസുള്ള ഡബിൾ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഒരു ഡോർ കം വിൻഡോ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലെയിൻ ഗ്ലാസ് നൽകിയിരിക്കുന്നു. കുത്തനെയാണ് ഗ്രില്ലുകൾ കൊടുത്തതെന്ന് കാണാൻ സാധിക്കും. ഗ്രില്ലുകൾ വൈറ്റ് കളറിൽ പെയിൻറ് ചെയ്തിരിക്കുന്നു. 2 ചെയറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ അകത്ത് കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് വീടിൻ്റെ ആർക്കിടെക്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ വീടിൻ്റെ ഡിസൈൻ ഇത്രയും മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും പ്ലാൻ ചെയ്തിരിക്കുന്നതും ആർക്കിൻസ് ഡിസൈൻസ് എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. ആർക്കിടെക്ട് ഇഷാക്കും അതേപോലെ എഞ്ചിനീയർ സുനിലുമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ സ്പേസ് ആൻഡ് ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈനർ ആയിട്ടുള്ള അഫ്സലാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കും. വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് ബന്ധപ്പെടാനും കഴിയുന്നതാണ്. വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കയറി കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. വളരെ മിനിമം സ്പേസ് മാത്രമാണ് ഈ ഒരു ഫോയർ സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് കോമൺ സ്പേസ്, ഡൈനിങ് ഏരിയ, ബെഡ്റൂം, കിച്ചണൊക്കെ വരുന്നത്. ഇവിടെ നേരെ മുന്നിലാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത്. ഒരു 12 അടി നീളം 10 അടി വീതിയിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു കോർണർ വിൻഡോ നൽകിയിരിക്കുന്നു. അവിടെ ഗ്ലാസ് നൽകിയത് കൊണ്ട് തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫീല് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഗ്ലാസിൻ്റെ അകത്തല്ലേ നമ്മൾ ഗ്രില്ലുകൾ കൊടുക്കുക. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രിൽ പാറ്റേൺസ് വിൻഡോയുടെ പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസിയുടെ പ്രശ്നമില്ല. വിസിബിലിറ്റി നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ ആ ഒരു പ്ലെയിൻ ഗ്ലാസ് കോർണർ ഷേപ്പിൽ കാണാനും സാധിക്കും.
ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ വാളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡെക്കറേഷൻ വർക്കുകളൊന്നും കാണാൻ പറ്റില്ല. വളരെ മിനിമലായിട്ട് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് പൊടികളോ അഴുക്കുകളോ ഒന്നും പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഭവങ്ങളും നൽകാതെ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീട്. സിംപ്ലിസിറ്റി ആണ് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയില്ലേ, അത് ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും. വീട്ടിലുള്ള ആളുകളുടെ ആ ഒരു മനോഭാവം പോലെ തന്നെ വീടും അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ള മേഖലയാണ് ഈ കാണുന്ന സെൻട്രൽ കോർട്ട്യാർഡ്. നമുക്ക് ലിവിങ്ങിനകത്തുനിന്നും ഡൈനിങ് എന്നും കിച്ചൺ എന്നും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു അലുമിനിയം സ്ലൈഡിംഗ് സിസ്റ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വൈഡായിട്ടാണ് ഈ ഒരു വിൻഡോ ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. നല്ല സ്ലീക്ക് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ കടന്നു വരുന്നത് ഒരു പാസേജ് സ്പേസിലൂടെയാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് ഈ ഒരു പാസേജ് സ്പേസിന് നൽകിയിരിക്കുന്നത്. ആർക്ക് ഷേപ്പിലാണ് ഈ ഒരു പാസേജ് സ്പേസ് വധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. ഒരേ സമയത്ത് 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ചെയറിൽ നൽകിയിരിക്കുന്ന ഫാബ്രിക് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽ ആണെങ്കിലും ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിൽ ഒരു ന്യൂട്രൽ തീം കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾ ഫിനിഷസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ വൈറ്റ്, വുഡ്, അതേപോലെ ഗോൾഡൻ ഫിനിഷാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് നമുക്ക് വീടിൻ്റെ സെൻട്രൽ കോർട്ട്യാർഡ് സ്പേസിലേക്ക് നല്ലൊരു വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള സെയിം പാറ്റേൺ ഓഫ് സ്ലൈഡിംഗ് വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നത്. സാധാരണ നമ്മൾ വളരെ ചെറിയൊരു സ്പേസാണ് കോർട്ട്യാർഡിന് വേണ്ടി മാറ്റി വെക്കുക. ഇവിടെ നല്ലൊരു സ്പേസ് തന്നെ കോർട്ട്യാർഡിന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതാണ് ഈ വീടിൻ്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് കിച്ചണിൽ നിന്നും ഡൈനിങ് ടേബിളിൽ നിന്നും ലിവിങ് സോഫയിൽ നിന്നൊക്കെ ഒരേപോലെ വിസിബിലിറ്റി ലഭിക്കുന്ന ഒരു സ്പേസാണ്. ആക്സസും ഉണ്ട്. റൂഫിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് റൂഫ് ഓപ്പൺ ടു സ്കൈ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. പുറത്ത് മഴയാണെങ്കിൽ വീടിനകത്തും മഴ, പുറത്ത് വെയിലാണെങ്കിൽ വീടിനകത്തും വെയിൽ എന്നുള്ള രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂഫിലേക്കൊക്കെ വരികയാണെങ്കിൽ വുഡൻ സീലിംഗ് ആണ് റൂഫിൽ നൽകിയിരിക്കുന്നത്. വാളിലൊക്കെ ടെക്സ്ചർ പെയിൻറ് നൽകിയിരിക്കുന്നു. നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഇഷ്ടംപോലെ നല്ല വെളിച്ചം ലഭിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നാച്ചുറൽ പ്ലാന്റുകൾക്ക് വളരാനുള്ളൊരു സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. അതിനും ഈ രീതിയിൽ അതിൻ്റെ എഡ്ജുകളൊക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറകിൽ ഡാഡോ ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കുഞ്ഞു ടൈലുകളാണ് ഡാഡോ ടൈലുകൾ എന്ന് പറയുക. ഒരു ഇങ്ങനെ ഒരു എഗ് ഷേപ്പിൽ വരുന്നൊരു മിററാണ് നൽകിയിട്ടുള്ളത്. അതേ ഷേപ്പിൽ തന്നെ വരുന്നൊരു ബേസിനും ഇവിടെ നൽകിയിട്ടുണ്ട്. വാഷ് ബേസിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ സ്റ്റഡി റൂമും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് ആ സ്റ്റഡി റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇതേ രീതിയിൽ ഒരു എൽ ഷേപ്പിൽ ടേബിൾ അടിച്ചിരിക്കുന്നു. അതിൽ വുഡൻ കൗണ്ടർ ടോപ്പാണ് നൽകിയിരിക്കുന്നത്. പുറത്തേക്കുള്ള കാഴ്ചകൾ കിട്ടുന്ന രീതിയിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഷെൽഫുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ബെഡ്റൂമുകളാണ്. ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. 12 അടി നീളവും 12 അടി വീതിയും ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ സൗകര്യത്തിലൊരു ബെഡ്റൂം പണിയാൻ സാധിക്കും. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നൽകിയിരിക്കുന്നു. അതിൻ്റെ ഹെഡ് ബോർഡ് എല്ലാം ഇതേ രീതിയിൽ കുഷൻ കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ പാനൽ നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാർഡ്രോബ് ഏരിയ ആ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വലിയ വാർഡ്രോബുകൾ അവിടെ നൽകിയിട്ടുള്ളത്. 5 ഡോറുകൾ വാർഡ്രോബിൽ വരുന്നുണ്ട്. മാത്രമല്ല സീലിംഗ് വരെ ഹൈറ്റിൽ വാർഡ്രോബ് ചെയ്തിട്ടുമുണ്ട്. ഈ ഭാഗത്ത് കോർണർ വിൻഡോ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കേർട്ടൻസ് ആ ഒരു എൽ ഷേപ്പിൽ തന്നെ കേർട്ടൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സൈഡ് ടേബിൾ നൽകിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റഡി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ, അതേപോലെ സൈഡിൽ ഒരു ഷെൽഫ്, മുകളിൽ സ്റ്റോറേജ് സ്പേസ്. ഇത്ര മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. അതൊരു മീഡിയം സൈസിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം സ്റ്റൈൽ തന്നെയാണ്. റൂം ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. വുഡൻ ഡോറിൽ ഗ്രൂസ് വരുന്ന രീതിയിലാണ് റൂം ഡോറിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ചെറിയൊരു പാസേജ് സ്പേസ് നൽകിയിട്ട് പിന്നീട് നമുക്ക് റൂമിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂമിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ടുള്ളൊരു കളർ തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെഡ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വുഡനും അതേപോലെ ഗ്രേ ഫാബ്രിക്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വുഡനും ഗ്രേയും വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു
ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഓഫ് വൈറ്റ് ടോണാണ് വാൾ കളേഴ്സ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയൊക്കെ കോർണർ വിൻഡോസ് വരുന്നതുകൊണ്ട് തന്നെ കേർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. എൽ ഷേപ്പിൽ കേർട്ടൻ വരുന്നു. വാർഡ്രോബ് അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. 5 ഡോറുകളും പ്ലസ് അതിൻ്റെ കൂടെ ഒരു സ്റ്റഡി ടേബിളും നൽകിയിട്ടുണ്ട്. റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 16 അടിയാണ് ഇവിടെ നീളം വരുന്നത്. ഒരു 4.8 മീറ്റർ വരും. 12 അടിയാണ് വീതി വരുന്നത്. ഒരു 3.6 മീറ്റർ ആണ് വീതി നൽകിയിട്ടുള്ളത്. കട്ടിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സാധാരണ മിറർ നമ്മൾ കുത്തനെയല്ലേ വെക്കുക. ഇത് തലതിരിച്ച് വെച്ചതുകൊണ്ട് തന്നെ നല്ല രസത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കൺസോൾ യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ടോട്ടൽ 4 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 2 എണ്ണം അപ്സ്റ്റെയറിലാണുള്ളത്. അപ്സ്റ്റെയറിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ഏരിയ ഉണ്ട്. അത് ഈ വീട്ടിലെ കിച്ചണാണ്. കിച്ചൺ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കിച്ചന് പ്രത്യേകമായിട്ട് ഡോറൊന്നും നൽകിയിട്ടില്ല. നേരെ ഓപ്പണിങ് നൽകിയിരിക്കുന്നു. കിച്ചണിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കയറി വരാം. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. ബെഞ്ചും ടേബിളും വാളിൽ ഇതേപോലെ ലൂവേഴ്സും ആണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ ഫോർമൽ കിച്ചൺ. ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ, ഒരു വിക്ടോറിയൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിക് കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊരു വർക്കിംഗ് കിച്ചൺ അല്ല, ഷോ കിച്ചൺ ആണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വർക്കിംഗ് കിച്ചൺ ഉണ്ട്. വർക്കിംഗ് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തിരിക്കുന്നു, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ ഒരു കിച്ചൺ ടൂറ് മൈ ബെറ്റർ ഹോം ചാനലിൽ വരും. ആ ഒരു വീഡിയോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് തുടർന്ന് പോവാം. ഇനി അപ്സ്റ്റെയറിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഇതാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ്. പക്ഷെ അടിഭാഗത്ത് ആ ഒരു ഗോൾഡൻ പ്ലേറ്റിംഗ് നൽകിയുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡിങ്ങിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സിസ്റ്റം വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഈ ഒരു വിൻഡോ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റ് സ്പേസിൽ നൽകിയിരിക്കുന്ന ലൈറ്റ് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്ന ലൈറ്റും നല്ല രസമുള്ള ഒരു ഹാങ്ങിങ് യൂണിറ്റ് ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. അതും ആ ഒരു ആർക്ക് ഷേപ്പിൽ കേർവ്ഡ് ആയിട്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് കോർട്ട്യാർഡ് സ്പേസിലേക്കും ഡൈനിങ് സ്പേസിലേക്കൊക്കെ നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ മക്കളുടെ റൂമാണ്. റൂമിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മീഡിയം സൈസ് ബെഡ്റൂമാണ് വരുന്നത്. ആദ്യം തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ റൂം കാണാൻ വന്ന സമയത്ത് ഈ ഒരു ഗ്യാരേജ് സ്പേസ് ആണ്. എത്രയധികം വണ്ടികൾ, ശരിക്കും ഒരു വണ്ടിപ്രാന്തൻ്റെ റൂമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയധികം വണ്ടികളുടെ കളക്ഷനുള്ള ഒരാളാണ് ഈ വീട്ടിൽ, ഈ റൂമിൽ താമസിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഒരു റസ്റ്റിക് ഫിനിഷിൽ വരുന്ന ഒരു ഇൻറ്റീരിയർ തീമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ തീം തന്നെ നമുക്ക് വാർഡ്രോബിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ കൺസോൾ യൂണിറ്റിൽ കാണാൻ സാധിക്കും. മിററിലും ആ ഒരു ഫിനിഷ് തന്നെ കാണാൻ സാധിക്കും. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ജിപ്സം സീലിംഗ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, മുമ്പത്തെ പോലെ ഒരുപാട് ഡിസൈൻസ് സീലിങ്ങിൽ കൊണ്ടുവരുന്ന കാലമൊക്കെ കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങുകളാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഒരു മീഡിയം സൈസ് വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഒരു പാസേജ് സ്പേസ് നൽകിയിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇതാണ് ബെഡ് കോട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ആകർഷകമായി തോന്നിയിട്ടുള്ളത് ഈ ഒരു വിൻഡോയാണ്. ഒരു ഇൻവേർട്ടഡ് ആർക്ക് ഷേപ്പിൽ നൽകിയിരിക്കുന്ന ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എലവേഷനിൽ കാണുന്ന സമയത്ത് ഈ ഒരു വിൻഡോ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ എലമെന്റ് കൂടെയാണ്. ഒരു സോളിഡ് വുഡ് സ്റ്റൈലിലാണ് ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു ഷെൽഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇപ്പം നമ്മൾ കണ്ടത്. വീടിൻ്റെ എലിവേഷൻ കണ്ട സമയത്ത് ഞാൻ ശ്രദ്ധിച്ചാണ് ബാൽക്കണി സ്പേസിൽ ഒന്ന് പോകണം എന്നുള്ളത്. ബാൽക്കണി സ്പേസിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇതേപോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ബാൽക്കണി സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ എലിവേഷൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ആ കേർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലോറിലൊക്കെ നല്ല രീതിയിൽ ടൈലിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്.
ഈ ഭാഗത്തൊക്കെ ഷെയ്ഡ് അടക്കം ആ ഒരു ആർക്ക് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആർക്കിടെക്ട്സ് ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീടിൻ്റെ മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. വീട് തീർച്ചയായിട്ടും എന്നെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വീടിൻ്റെ ആർക്കിടെക്ട്സിനെ ഒന്നുകൂടെ നമ്മൾക്ക് പരിചയപ്പെടാം. ആർക്കിൻസ് ഡിസൈൻസ് എന്നാണ് ആർക്കിടെക്ചറൽ സ്ഥാപനത്തിൻ്റെ പേര്. അതിൽ തന്നെ ആർക്കിടെക്ട് ഇഷാക്കും എഞ്ചിനീയർ സുനിലുമാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എലിവേഷനും പ്ലാനിങ്ങും ഒക്കെ അവരാണ് ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് സ്പേസ് ആൻഡ് ഡിസൈൻസിലെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയിട്ടുള്ള അഫ്സൽ കെയും ടീമുമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ 2 പേരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. സോ താല്പര്യമുള്ള ആളുകൾക്ക് ഇതേ രീതിയിൽ ഒരു യുണീക്ക് സ്റ്റൈലിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ഓൾ കേരള ലെവലിൽ അവർ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ആയിട്ടും ചെയ്തു കൊടുക്കും. ഇനി മുഴുവൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിട്ടും PMCയിലും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതി ആ രീതിയിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റു വർക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മൈ ബെറ്റർ ഹോം ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീടുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.